എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വലിയൊരു യൂട്യൂബർ ആവട്ടെ. ഇത് മറ്റെങ്ങുമല്ല, ഇത് നമ്മുടെ സ്വന്തം ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രമാണ്. ഇവിടെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കടകളാണ് ഈ കാണുന്നത്. ഉത്സവം കഴിഞ്ഞെങ്കിലും ഇനി 2 മാസം കൂടി പറമ്പ് എന്തായാലും കാണും. അപ്പോൾ കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. എവിടെ നോക്കിയാലും കമ്മലുകളാണ്. എന്തായാലും കൂടുതൽ ആകർഷിക്കുന്നതും ഈ കമ്മൽ കളക്ഷൻ തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഷോപ്പായിരുന്നു ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പ്. ഇതെല്ലാം അവർ ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റു കടകളേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഷോപ്പ് തന്നെയായിരുന്നു. അടുത്തത് കാർഷിക ഇനങ്ങളാണ്. ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ ഉണങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇവയെല്ലാം ഇവിടെ കിട്ടും. അടുത്തത് സ്പൈസസ് ആണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സുഗന്ധമാണ്. പുറത്തുനിന്ന് മേടിക്കുന്ന കടകളെക്കാട്ടിയും നല്ല ലാഭത്തിനാണ് ഇവിടെ ഇതെല്ലാം ലഭിക്കുന്നത്. എപ്പോഴും കുട്ടികളുടെ ആകർഷണം ഈ ടോയ്സ് തന്നെയാണല്ലോ. പറമ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ പല നിറങ്ങളിലും പല ഷേപ്പുകളിലുള്ള പലഹാരങ്ങൾ ഇതേപോലെ നിറച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ മോടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫ്ലവർ വൈസുകളും ചെടിച്ചട്ടികളും ഒക്കെ ഈ കടയിലുണ്ട്. നമ്മുടെ പഴയകാല മിഠായികളെല്ലാം ഇവിടെ നിരന്നിരിക്കുകയാണ്. ചാരൂസിന് ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാം വേണമെന്നായി. അവൾ വാശി പിടിക്കുകയാണ് പല മുട്ടായിക്കും വേണ്ടിയിട്ട്. കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി മുട്ടായികൾ ഞാനിവിടെ കണ്ടു. ജെല്ലി മുട്ടായി, പുളിമുട്ടായി, ഗ്യാസ് മുട്ടായി, അങ്ങനെ ഒരുപാട് മുട്ടായികൾ ഇവിടെ ഉണ്ട്. നല്ല വിലക്കുറവിൽ ഇവിടെ ചെടികളെല്ലാം ഇവിടെ ഇങ്ങനെ പൂത്തു നിൽപ്പുണ്ട്. ഓലയിലുണ്ടാക്കിയ ചൂലും മുറവും വട്ടിയും എല്ലാം അവർ ഇവിടെ ഇരുന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ വളരെ കൗതുകമായിരുന്നു. എനിക്കൊരു പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടി. പക്ഷെ ആൾ വലിയ തിരക്കിലായിരുന്നു. ആളിതൊന്നും മൈൻഡില്ല. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. പാനിപൂരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരെയും. കുത്താമ്പുള്ളി കൈത്തറിയിലെ വസ്ത്രങ്ങൾ ഇവിടെ വളരെ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ വെറൈറ്റി പലഹാരങ്ങളും മിച്ചറുകളും ഒക്കെ ഇവിടെയും കിട്ടുന്നതാണ്. ഏതെടുത്താലും 20 രൂപയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ അറേബ്യൻ ഈന്തപ്പഴവും കോഴിക്കോടൻ ഹൽവയും ഒക്കെ ഇവിടെ കിട്ടും. അങ്ങ് ദുബൈയിലും കോഴിക്കോടും ഒന്നും നമുക്ക് പോവേണ്ടി വരില്ലല്ലോ. പിന്നെയും ഒരു ടോയ് ഷോപ്പ് കണ്ടപ്പോൾ ചാരൂസ് അതൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ്. അല്ലേലും ടോയ്സ് കണ്ടാൽ അവൾ ഇങ്ങനെ തന്നെയാണ്. ഇരുമ്പിച്ചട്ടിയും നല്ല മൂർച്ചയുള്ള കത്തിയും, എന്തിനേറെ പറയുന്നു മുട്ടുസൂചി വരെ ഇവിടെയുണ്ട്. വാച്ചുകളുടെ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഈ പേരെഴുതിയ മോതിരം പണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. നടന്ന് കാല് കഴിച്ചപ്പോൾ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു കുലുക്കി സർബത്ത് തന്നെ ആവാമെന്ന് കരുതി.
ഉത്സവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കടയാണ് ബജിക്കടയും പിന്നെ കരിമ്പിൻ ജ്യൂസ് കടയും. ഇതില്ലാത്ത ഉത്സവം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പല്ലികളെയും പാറ്റകളെയും ഒക്കെ കൊല്ലുന്നതും വസ്ത്രങ്ങളിൽ കറ പിടിച്ചാൽ അത് നീക്കം ചെയ്യുന്ന മരുന്നും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് വിത്തുകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാനിവിടെ വന്ന് തന്നെയാണ് വിത്തുകൾ മേടിച്ചത്. ഇപ്രാവശ്യവും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വിത്തിനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അൻപതും 60 രൂപ കൊടുത്ത് മേടിക്കുന്ന യൂണിക്കോൺ പെൻസിലുകളും ഗ്ലിറ്റർ പേനകളും ഒക്കെ ഇവിടെ 20 രൂപ നിരക്കിൽ വളരെ ലാഭത്തിന് കിട്ടും. അടുത്തത് ഫുഡ്വെയർ ആണ്. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇവിടെ ഈ ചെരുപ്പുകളെല്ലാം കിട്ടുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്. ഓരോ കടകളിലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കും വീട്ടിലേക്ക് അത്യാവശ്യത്തിലുള്ള സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇങ്ങനെ 2 മാസം നീണ്ടു നിൽക്കുന്ന കടകളുണ്ടോ? ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. 2 മാസം കൂടി കഴിഞ്ഞാൽ ഇനി ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.